ദീപക് ചേട്ടൻ ആദരാഞ്ജലികൾ. അറിയില്ല എന്തു പറയണമെന്നറിയില്ല. ഭയങ്കരമായിട്ടുള്ള ഒരു മനസ്സിലൊരു കുത്താണ്. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ കൂടിയാണ് ആ മനുഷ്യനെ കൊന്നത് എന്നുപോലെ ഒരു തോന്നലാണ് എപ്പോഴും, ഒരു കുറ്റബോധം. പക്ഷെ അത്ഭുതപ്പെടുന്ന എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നേരിട്ട് ഇൻവോൾവ് ആയിരിക്കുന്ന ആ സ്ത്രീക്ക് ഒരു തരിമ്പ് പോലും കുറ്റബോധമില്ലല്ലോ എന്നുള്ളത്. വീണ്ടും അതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ആ സ്ത്രീ പറയുന്നത് എന്നാണ് എനിക്ക് അത്ഭുതം തോന്നിയ കാര്യം. ഒരു കുടുംബത്തിൻ്റെ ആകപ്പാടെയുള്ളൊരു അത്താണി എന്ന് പറയുന്നത് ഏക മകനായിരുന്നു എന്നാണ്. ഏക മകൻ. ആ അച്ഛൻ്റെ അമ്മയുടെ ഒരു പ്രതീക്ഷ, ഒരു കുഞ്ഞ് വീട്ടിലുണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷമുണ്ട്. ആ ഒരു മരണത്തെ തുടർന്ന് ആ അച്ഛനും അമ്മയും ആ ജനനം മുതൽ അവർ ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വന്ന് ഇത്രയൊക്കെ ആക്കി. ആ അച്ഛനും അമ്മയും നോക്കുന്നത് ആ മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. വിവാഹിതരാണോ, കുഞ്ഞുങ്ങളുണ്ടോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയുന്നത്, ആരുടെയൊക്കെയോ എന്തൊക്കെയോ ആയിരുന്നു ആ മനുഷ്യൻ. ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ച ആളായിരുന്നു മനുഷ്യൻ. ഒരു ഉറ്റ സുഹൃത്തായി, നല്ലൊരു ജോലിസ്ഥലത്തെ എംപ്ലോയി ആയിരുന്നു, നല്ലൊരു വിശ്വസ്തനായ എംപ്ലോയി ആയിരുന്നു. ഇതൊക്കെ നമുക്ക് അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ, ഒരു വാഹനം ഉണ്ടായിരുന്നെങ്കിൽ പുള്ളി അറിയില്ല, അതിനെക്കുറിച്ച് നമുക്കറിയില്ല. പക്ഷെ പുള്ളി ഒരു സാധാരണക്കാരനായിരുന്നു, മിഡിൽ ക്ലാസ് അല്ലേ. അന്നത്തെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന പലരിലൊരാൾ. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആ ഒരു വീഡിയോ ആയിരിക്കാം നമ്മൾ കണ്ടിരുന്നത് അല്ലേ. നമ്മൾ ആരെങ്കിലും കരുതിയോ? നമ്മൾ ഓരോരുത്തരോടും നമ്മൾ വിചാരിക്കുകയാണ്, നമ്മുടെ സമയം എന്ന് പറയുന്നത്, നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമോ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലിരിപ്പോ ഒന്നുമല്ല, വേറെ ആരോ ആണ് നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നത് പോലെ. ആ സ്ത്രീയോട് എനിക്കറിയത്തില്ല, അവരെ സ്ത്രീ എന്ന് വിളിക്കാൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നാണമുണ്ട്, നാണക്കേടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യനെന്ന് പോലും ഞാൻ കേട്ടിട്ടുണ്ട്, തിന്നാനല്ലാതെ ഭക്ഷിക്കാനല്ലാതെ കൊല്ലുന്ന ഒരു ജീവിയാണ്, പ്രതികാരവും ദേഷ്യവും ഒക്കെ വെച്ചിട്ട് കൊല്ലുന്നൊരു ജീവിയാണ്, ഇത്രയും ബുദ്ധിയും എന്താ പറയുന്നത് വിവേകവും ഉണ്ടെന്നൊക്കെ പറയപ്പെടുന്ന മനുഷ്യനെന്ന് പറയുന്നത്. ഫോൾസ് അലിഗേഷൻ, ഫേക്ക് അലിഗേഷൻ എന്ന് പറയുന്നതുണ്ടല്ലോ, തിരിച്ചറിയാതിരിക്കാൻ മാത്രം ബുദ്ധിയില്ലാത്തവരാണോ നമ്മൾ മലയാളികൾ എന്ന മനുഷ്യരായിട്ട് നമ്മൾ 100% ലിറ്ററസി പഠിച്ചു എന്ന് പറഞ്ഞ് വിവേകം ഉണ്ടാവണം എന്നില്ല. നമ്മൾ ഇനിയും മാറേണ്ടി